നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വെമ്പായത്തിനടുത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ വേണ്ടി കാണുന്ന നമ്മുടെ ഒരു പുതിയ വർക്കാണ്. ഇതൊരു ഗോഡൗൺ ആണ്. അപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 12 മീറ്ററും ഇങ്ങനെ ഒരു 24 മീറ്ററും വരുന്ന ഒരു ഗോഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20 അടി ഹൈറ്റിലാണ് സൈഡ് ഹൈറ്റ് വരുന്നത്. കാരണം ഇത് ഈ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം ഇതിനകത്ത് ഒരു മെസേനിയം ഫ്ലോറും കൂടെ 10 അടിക്ക് നമ്മൾ ചെയ്യാൻ കൊണ്ടുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ബോൾട്ടിന്റെ ഫിക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ശരിക്കും നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ കിട്ടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കലേ ചെയ്ത ഒരു ആഡിറ്റോറിയത്തിന്റെ വർക്ക് അത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വർക്കിന്റെ എൻക്വയറിയിലാണ് നമുക്ക് ഈ വർക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിലും നമ്മളെ വിളിച്ച് വർക്കിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്ന നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 16 mm വരുന്ന MS പ്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ 20 mm ഫൗണ്ടേഷൻ ബോൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ അറസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ലെവലിൽ നമ്മുടെ മെഷർമെന്റിനനുസരിച്ച് നമ്മൾ 8 കമ്പി കൊണ്ട് ലോക്ക് ചെയ്ത് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാൽ അതായത് നമ്മുടെ പില്ലർ കയറി വരുന്ന അതേ കമ്പിയിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ കോളം ഇതിലേക്ക് കൊണ്ടുവന്ന് ഇറക്ഷൻ ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ വരും വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്നതായിരിക്കും.